Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ക്രീം ബൺ ആണ്. ഇതിനായിട്ട് 1.5 കപ്പ് പാല് നമുക്ക് അളന്നെടുക്കാം. ഈ പാല് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അധികമായിട്ട് ചൂട് വേണ്ട, ചെറിയ ചൂട് മതി. നമുക്കിതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈസ്റ്റ് പൊങ്ങാനായിട്ട് പാലിന് ചെറിയൊരു ചൂട് വേണം. അപ്പോൾ ഞാനിവിടെ പാല് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർക്കുന്നത്. ഇനി ഈ കൂട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈസ്റ്റ് പൊങ്ങാനായിട്ട് ഇത് സഹായിക്കും. നമുക്ക് ഈ സ്റ്റേജിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബണ്ണിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. ഈസ്റ്റ് പൊങ്ങുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റ് പൊങ്ങി കിട്ടും. അതിനുശേഷം അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മിൽക്ക് പൗഡറാണ്. ഏത് ബ്രാൻഡിൻ്റെ മിൽക്ക് പൗഡർ വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ ചേർക്കുമ്പോൾ നമ്മുടെ ബൺ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിന് മുമ്പുള്ള ബണ്ണിൻ്റെ റെസിപ്പിയിലും ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അളന്ന് വച്ചിരിക്കുന്ന 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കയ്യിൽ പറ്റുന്ന ഒരു പാകത്തിനാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു പാത്രം ഉപയോഗിച്ച് ഇത് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ടാകും. അതാ നമ്മുടെ മാവ് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡബിൾ ദ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ കൈ ഉപയോഗിച്ച് ഇതൊന്ന് നീഡ് ചെയ്തെടുക്കണം. കുറച്ച് എണ്ണ കയ്യിലൊന്ന് തടവിയിട്ട് വേണം നമുക്ക് ഈ മാവ് നല്ലവണ്ണം ഒന്ന് നീഡ് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഒരു പ്ലേറ്റിലും കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഈ മാവ് ചെറിയ ഉരുളകളാക്കി ഈ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എണ്ണ പുരട്ടിയത് കാരണം മാവ് നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ ചെറിയ ബോൾ സൈസ് ആക്കി നമ്മൾ മാവൊക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റ് ഒരു നനഞ്ഞ തുണിയോ ഒരു പാത്രമോ ഉപയോഗിച്ച് ഇതുപോലെ മൂടി വെക്കാം. അതിനുശേഷം മാവ് ഇതുപോലെ ഡബിൾ ദ സൈസ് ആയിട്ട് വരും. ഇനി നമുക്ക് ഈ ബൺസ് ഒക്കെ വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു കടായി നമുക്ക് ചൂടാക്കി എടുക്കാം. അതിലേക്ക് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ബൺ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള റിഫൈൻഡ് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളകളാക്കി വച്ചിരിക്കുന്ന ഈ മാവ് സാവധാനം ഒന്ന് കയ്യിലെടുത്തിട്ട് ഒന്നുകൂടി ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ അധികം ചൂടായിട്ടില്ല, ഒരു മീഡിയം ചൂടേ ഉള്ളൂ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ബൺസ് വറുത്തെടുക്കാം. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ബൺ വറക്കാൻ നോക്കിയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എന്നാൽ അതിൻ്റെ അകഭാഗം ഒട്ടും തന്നെ വേകുകയില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഈ ബൺസൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഒരു സമയം തന്നെ 3-4 ബൺ ഇട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അങ്ങനെ എണ്ണയിൽ കിടന്ന് നമ്മുടെ ബൺ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. എന്നാൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല.
സാവധാനം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ സൈഡും ഒരുപോലെ തന്നെ ബ്രൗൺ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് കണ്ണാപ്പ് ഉപയോഗിച്ച് ഇതുപോലെ എണ്ണ ഒന്ന് ബണ്ണിൻ്റെ മുകളിലേക്ക് തട്ടി കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബൺ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും. അതേസമയം നമ്മുടെ ബൺ നല്ല വെൽ കുക്ക്ഡ് ആയിട്ട് കിട്ടും. അങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് നമ്മുടെ ബൺ ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സെറ്റ് ബണ്ണും വറുത്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ബൺസ് ഒക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല. അടുത്തതായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് വയ്ക്കാനുള്ള ഫില്ലിംഗ് ആണ്. ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 1/2 കപ്പ് തണുത്ത പാൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇനി നമുക്ക് അതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ്. അങ്ങനെ നമ്മുടെ ക്രീം ബണ്ണിൻ്റെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബൺ നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്ക് ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് ഉപയോഗിച്ച് ഒരു ചെറിയ കട്ടിങ് ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ക്രീം നിറച്ചു കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ബൺ നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രം ക്രീം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ക്രീം പെട്ടെന്ന് ഉരുകിപ്പോകും. നമ്മുടെ ബണ്ണിൻ്റെ ടെക്സ്ചർ നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ ക്രീം ബൺസും ഇവിടെ റെഡിയാണ്. നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിന് എളുപ്പം തന്നെ നമുക്ക് ക്രീം ബൺസ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ ഈ റെസിപ്പിയിൽ മുട്ട ചേർത്തിട്ടില്ല. മുട്ട ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം ബൺസ് ആണ് ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ തന്നെ ഇഷ്ടമാകും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ തീർച്ചയായിട്ടും പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.